Hi guys, welcome to Budapest Christmas market. ബുഡാപെസ്റ്റിലെ ക്രിസ്മസ് മാർക്കറ്റ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ആക്ച്വലി ഒരുപാട് ഡിസ്റ്റൻസ് ഇല്ല. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ ഒരു ട്രാം ഉണ്ട്. ഒന്നെങ്കിൽ നമുക്ക് ട്രാം എടുക്കാം, അല്ലെങ്കിൽ ഒരു 200-300 മീറ്റർ നടക്കുവാണെങ്കിൽ നമുക്ക് മെട്രോ കിട്ടും. മെട്രോയിൽ കയറി ജസ്റ്റ് 4 സ്റ്റോപ്സ് കഴിഞ്ഞാൽ ഡിയാക് ഫെറൻസ്തേർ എന്നൊരു സ്റ്റോപ്പുണ്ട്. അവിടെ നമ്മൾ ഇറങ്ങിയാൽ നമ്മൾ നേരെ ചെന്ന് കയറുന്നത് ഫാഷൻ സ്ട്രീറ്റ് ബുഡാപെസ്റ്റിലാണ്. ബുഡാപെസ്റ്റിൽ ഒരുപാട് ചെറിയ ചെറിയ ക്രിസ്മസ് മാർക്കറ്റ് ഉണ്ടെങ്കിലും 2 എണ്ണമാണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ക്രിസ്മസ് മാർക്കറ്റ്സ്. അതിലൊരെണ്ണം ഫാഷൻ സ്ട്രീറ്റ് ബുഡാപെസ്റ്റിലെ ക്രിസ്മസ് മാർക്കറ്റും രണ്ടാമത്തത് ബുഡാപെസ്റ്റിലെ സെയിൻറ്റ് സ്റ്റീഫൻസ് ബസിലിക്കയുടെ അവിടെയുള്ള ക്രിസ്മസ് മാർക്കറ്റുമാണ്. ഫാഷൻ സ്ട്രീറ്റ് ബുഡാപെസ്റ്റിൽ അവിടെയുള്ള ക്രിസ്മസ് മാർക്കറ്റിനെ വൊറോസ്മാട്ടി തേറിലെ ക്രിസ്മസ് മാർക്കറ്റ് എന്നും പറയും കേട്ടോ. രണ്ട് ടൈപ്പ് ക്രിസ്മസ് മാർക്കറ്റാണ്. ഷോപ്പുകളൊക്കെ ഏകദേശം ഒരുപോലെ ഉണ്ടെങ്കിലും 2 ക്രിസ്മസ് മാർക്കറ്റിനെയും അതിൻ്റേതായ വൈബുണ്ട്. ഇതിൽ സെയിൻറ്റ് സ്റ്റീഫൻസ് ബസിലിക്കയുടെ അടുത്തുള്ള ക്രിസ്മസ് മാർക്കറ്റാണ് യൂറോപ്പിലെ ഏറ്റവും ബെസ്റ്റ്. അതിൻ്റെ മെയിൻ റീസൺ ഈ സെയിൻറ്റ് സ്റ്റീഫൻസ് ബസിലിക്ക തന്നെയാണ്. ആ സെയിൻറ്റ് സ്റ്റീഫൻസ് ബസിലിക്കയും അതിൻ്റെ ഫ്രണ്ടിലുള്ള റെഡ് കളറിലെ ക്രിസ്മസ് ട്രീ ഒക്കെ വരുമ്പോൾ അവിടുത്തെ വ്യൂ കാണാൻ നല്ല ഭംഗിയാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അത് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്രാവശ്യം അവർ ഒരുപാട് ടേബിളും ചെയറും ഒന്നും കുത്തി നിറയ്ക്കാതെ ആൾക്കാർക്ക് നടക്കാനും നല്ല സ്പേസ് ഇട്ട്, ആൾക്കാർക്ക് അത് അവിടെ ഇരുന്ന് എൻജോയ് ചെയ്യാനും ഒക്കെ സ്പേസ് ഇട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇപ്രാവശ്യം അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ സെയിൻറ്റ് സ്റ്റീഫൻസ് ബസിലിക്കയുടെ അവിടെയുള്ള ക്രിസ്മസ് മാർക്കറ്റിൽ ഓരോ ഹാഫ് ആൻ അവർ കഴിയുമ്പോഴും ഈ ബസിലിക്കയിൽ അവരിങ്ങനെ കൗണ്ട് ഡൗൺ കാണിക്കും കേട്ടോ. കൗണ്ട് ഡൗൺ കാണിച്ചിട്ട് ഒരു ലേസർ ഷോ ബസിലിക്കയിൽ അവരിങ്ങനെ പ്രൊജക്റ്റ് ചെയ്യും. ബുഡാപെസ്റ്റിൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ് ലേസർ ഷോസ്. ബുഡാപെസ്റ്റിൽ ഏത് ഇമ്പോർട്ടൻറ്റ് ഇവൻറ്റ് നടന്നാലും അവരിങ്ങനെ സ്പെഷ്യൽ ലേസർ ഷോസ് കാണിക്കാറുണ്ട്. ബുഡാപെസ്റ്റിലെ ക്രിസ്മസ് മാർക്കറ്റിൽ അവരിങ്ങനെ സ്റ്റോളുകൾ വെച്ചിരിക്കും. ഈ സ്റ്റോള് എല്ലാവർക്കും ഒന്നും സ്റ്റോൾ വെക്കാൻ പറ്റില്ല. അവരൊരു പ്രത്യേകം ജൂറി വെച്ച് ഇങ്ങനെ പ്രത്യേകം ഹംഗറിയുടെ തന്നെ ആർട്ടിസൻസും ഹംഗറിയുടെ തന്നെ ഡെലിക്കസീസും ഒക്കെ മെയിനായിട്ട് കാണിക്കുന്ന ഷോപ്പുകൾ മാത്രമാണ് അവർ ഇങ്ങനെ ക്രിസ്മസ് മാർക്കറ്റുകളിൽ വെക്കുക. അങ്ങനെ ജൂറി ചെയ്ത് വരുന്നത് കൊണ്ടും പിന്നെ അതിന് എനിക്ക് തോന്നുന്നു അവർക്ക് റെൻറ്റും കുറച്ച് കൂടുതലാണ്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഈ ക്രിസ്മസ് മാർക്കറ്റിലുള്ള ഫുഡൊക്കെ അത്യാവശ്യം നല്ല എക്സ്പെൻസീവാണ്. സെയിൻറ്റ് സ്റ്റീഫൻസ് ബസിലിക്കയിൽ മെയിനായിട്ടും ഈ ഫുഡിൻ്റെത് ഹംഗറിയിലെ ആർട്ടിസ്റ്റുകളുടെ ഡിസ്പ്ലേ ഒക്കെയുള്ള ആ ഷോപ്പുകൾ, പിന്നെ ഈ ബസിലിക്കൻ്റെ ലേസർ ഡിസ്പ്ലേ, ഇതൊക്കെയാണ് സെയിൻറ്റ് സ്റ്റീഫൻസ് ആ ക്രിസ്മസ് മാർക്കറ്റിൽ മെയിനായിട്ട് വരിക. ഈ സെയിൻറ്റ് സ്റ്റീഫൻ ബസിലിക്കയിൽ നിന്ന് ജസ്റ്റ് ഒരു 1 കിലോമീറ്റർ ഒന്നും ഇല്ല, ഒരു 500 മീറ്റർ നടന്നാൽ തന്നെ നമ്മൾ ഫാഷൻ സ്ട്രീറ്റിലെത്തും. ആ ഫാഷൻ സ്ട്രീറ്റിലെ ക്രിസ്മസ് ട്രീ വേറെയാണ്, വേറെ ലുക്കാണ്. ആക്ച്വലി ക്രിസ്മസ് ട്രീ കാണാൻ സെയിൻറ്റ് സ്റ്റീഫൻസ് ബസിലിക്കയിലാണ് കേട്ടോ നല്ലത്. പക്ഷേ ആ ഒരു വൈബ് വൊറോസ്മാട്ടി തേറിലെ ക്രിസ്മസ് മാർക്കറ്റ് തന്നെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്.
വോറോസ്മാർട്ടി തെറിനിലെ ക്രിസ്മസ് മാർക്കറ്റിൻ്റെ അടുത്ത് തന്നെയാണ് ഇവിടുത്തെ ഐസ് റിങ്കും ഉള്ളത്. അപ്പോൾ നമുക്ക് ഐസ് സ്കേറ്റിംഗ് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ അവരിങ്ങനെ ഒരു പെൻഗ്വിനെ തരും, അതിനെ പിടിച്ച് ഐസ് സ്കേറ്റ് ചെയ്താൽ മതി. ഒരുപാട് ഒരു മറിഞ്ഞൊക്കെ എഴുതുന്നുണ്ട്. ഞങ്ങൾ ഐസ് സ്കേറ്റിംഗ് ഇതുവരെ ചെയ്തിട്ടില്ല. ഈ സെയിൻറ്റ് സ്റ്റീഫൻസ് ബസിലിക്കയാണ് ഏറ്റവും ബെസ്റ്റ് ക്രിസ്മസ് മാർക്കറ്റായിട്ട് എല്ലാവരും വന്നിട്ടുള്ളതെങ്കിലും എനിക്ക് പേഴ്സണലി വോറോസ്മാർട്ടി തെറിലെ ക്രിസ്മസ് മാർക്കറ്റാണ് ഇഷ്ടപ്പെട്ടത്. പക്ഷേ ഈ 2 ക്രിസ്മസ് മാർക്കറ്റും നമുക്ക് തൊട്ടടുത്തടുത്ത് തന്നെ 500 മീറ്ററിൻ്റെ ഡിസ്റ്റൻസേ ഉള്ളൂ. 2 ക്രിസ്മസ് മാർക്കറ്റും നമുക്ക് ഒറ്റ ദിവസം തന്നെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ബുഡാപെസ്റ്റിലെ ക്രിസ്മസ് മാർക്കറ്റ് വിശേഷങ്ങൾ.